ഹലോ. അപ്പോൾ നമുക്ക് മത്തി വറുത്താലോ? ഇന്ന് രാവിലെ നമുക്ക് കുറച്ച് നല്ല നെയ്യുള്ള മത്തി കിട്ടിയായിരുന്നു. അപ്പോൾ നമ്മളത് വറക്കാൻ പോവുകയാണേ. കുറച്ച് നമ്മളത്തേക്ക് മാറ്റി വെച്ചു, കുറച്ച് നമ്മളിപ്പോൾ എടുക്കുവാണ്. അപ്പോൾ നമ്മൾ അതിനായിട്ട് ആദ്യം ചെയ്തത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് അത് അരച്ച് പുരട്ടി വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും എടുത്തിട്ട് നമ്മൾ കല്ലേലാണ് നല്ലതായിട്ട് ചതച്ചത്. ചില സമയത്തൊക്കെ നമ്മൾ മിക്സി ഉപയോഗിക്കും, പക്ഷേ ഇന്ന് നമ്മൾ കല്ലേലാണ് ചതച്ചത്. പിന്നെ നമുക്ക് അതിനാവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ നമ്മൾ ശകലം വിനാഗിരി ഒഴിച്ചിട്ടുണ്ട്. അത് ശകലം പുളിപ്പ് തോന്നാനാണ്. പിന്നെ നമ്മൾ കുറച്ച് എണ്ണയും കൂടി ഇട്ടു, എന്നിട്ട് ഉപ്പും ഇട്ടിട്ട് നമ്മൾ നന്നായിട്ടത് മാരിനേറ്റ് ചെയ്ത് കേട്ടോ. അപ്പം ഈ നല്ല നെയ്യുള്ള മത്തിയുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ അത് കറി വെക്കുന്നതിനെക്കാട്ടും നല്ലത് വറക്കുമ്പോഴാണ് അതിന് നല്ലൊരു ടേസ്റ്റ് വരുന്നത്. അപ്പോൾ നമ്മൾ നന്നായിട്ടത് മാരിനേറ്റ് ചെയ്ത് നമ്മൾ അത് കുറച്ച് സമയം നമ്മൾ റെസ്റ്റിന് വെച്ചിട്ടാണ് അത് വറക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ അതിലേക്ക് ചീനച്ചട്ടി വെച്ചു. ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ് നമ്മൾ വെച്ചത് കേട്ടോ. നമ്മുടെ വീട്ടിൽ നമ്മൾ സാധാരണ നോൺ സ്റ്റിക്ക് ഉപയോഗിക്കും, എന്നാലും നമ്മൾ കൂടുതൽ എന്തെങ്കിലും ചിക്കനോ മീനോ ഒക്കെ ഫ്രൈ ചെയ്യാനായിട്ട് നമ്മൾ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ് വെക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടെ ഹെൽത്തിലും അതാണല്ലോ നല്ലത്. അപ്പോൾ നമ്മൾ അതിനകത്തോട്ട് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു. പിന്നെ നമ്മൾ കറിവേപ്പില ഇടുമ്പോൾ നമുക്കറിയാമല്ലോ, അതൊരു കറിക്ക് നല്ലൊരു മത്തി വറുത്തിന് നല്ലൊരു മണവും രുചിയും കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മളത് വെക്കുന്നത്. അപ്പോൾ നമ്മുടെ ഗ്യാസിൻ്റെ ഫ്ലെയിം കുറച്ച് കുറവായിരുന്നത് കൊണ്ട് കുറച്ച് സമയമെടുത്താണ് ആ എണ്ണ ഒന്ന് ചൂടായത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ സെറ്റ് മത്തി നമ്മളത് വെച്ച് കേട്ടോ. അപ്പോൾ അത് കുറച്ച് സമയമെടുത്തു ശരിക്കും പറഞ്ഞിട്ടുള്ളത് മത്തി ഒന്ന് വറുത്ത് വരാനായിട്ട്. ആ ഒരു സമയത്തിനുള്ളിൽ നമ്മൾ ഇത് ലാസ്റ്റത്തേക്ക് ഒരു നല്ലതായിട്ട് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയുള്ള സവോളയൊക്കെ നമ്മൾ അരിഞ്ഞു. അപ്പോൾ ആദ്യത്തെ സെറ്റ് നമ്മൾ മത്തി തിരിച്ചിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ വേറെ പല ജോലികളും ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മൾ രണ്ടാമത്തെ സെറ്റ് നമ്മൾ മത്തിയിട്ട്, അപ്പം ഗ്യാസിൻ്റെ ഫ്ലെയിമിൻ്റെ ഇഷ്യൂ കാരണം ഒത്തിരി താമസത്തിലാണ് ഇതൊരു നമുക്ക് മൂത്ത് കിട്ടിയത് കേട്ടോ. പിന്നെ അവസാനം എല്ലാം നമ്മൾ വറുത്തെടുത്ത് ഇങ്ങനെ ആക്കി. ഓക്കെ. ഹലോ. അപ്പോൾ നമുക്ക് മത്തി വറുത്താലോ? ഇന്ന് രാവിലെ നമുക്ക് കുറച്ച് നല്ല നെയ്യുള്ള മത്തി കിട്ടിയായിരുന്നു. അപ്പോൾ നമ്മളത് വറക്കാൻ പോവുകയാണേ. കുറച്ച് നമ്മളത്തേക്ക് മാറ്റി വെച്ചു, കുറച്ച് നമ്മളിപ്പോൾ എടുക്കുവാണ്. അപ്പോൾ നമ്മൾ അതിനായിട്ട് ആദ്യം ചെയ്തത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് അത് അരച്ച് പുരട്ടി വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും എടുത്തിട്ട് നമ്മൾ കല്ലേലാണ് നല്ലതായിട്ട് ചതച്ചത്. ചില സമയത്തൊക്കെ നമ്മൾ മിക്സി ഉപയോഗിക്കും, പക്ഷേ ഇന്ന് നമ്മൾ കല്ലേലാണ് ചതച്ചത്. പിന്നെ നമുക്ക് അതിനാവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ നമ്മൾ ശകലം വിനാഗിരി ഒഴിച്ചിട്ടുണ്ട്. അത് ശകലം പുളിപ്പ് തോന്നാനാണ്. പിന്നെ നമ്മൾ കുറച്ച് എണ്ണയും കൂടി ഇട്ടു, എന്നിട്ട് ഉപ്പും ഇട്ടിട്ട് നമ്മൾ നന്നായിട്ടത് മാരിനേറ്റ് ചെയ്ത് കേട്ടോ. അപ്പം ഈ നല്ല നെയ്യുള്ള മത്തിയുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ അത് കറി വെക്കുന്നതിനെക്കാട്ടും നല്ലത് വറക്കുമ്പോഴാണ് അതിന് നല്ലൊരു ടേസ്റ്റ് വരുന്നത്. അപ്പോൾ നമ്മൾ നന്നായിട്ടത് മാരിനേറ്റ് ചെയ്ത് നമ്മൾ അത് കുറച്ച് സമയം നമ്മൾ റെസ്റ്റിന് വെച്ചിട്ടാണ് അത് വറക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതിലേക്ക് ചീനച്ചട്ടി വെച്ചു. ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ് നമ്മൾ വെച്ചത് കേട്ടോ. നമ്മുടെ വീട്ടിൽ നമ്മൾ സാധാരണ നോൺ സ്റ്റിക്ക് ഉപയോഗിക്കും, എന്നാലും നമ്മൾ കൂടുതൽ എന്തെങ്കിലും ചിക്കനോ മീനോ ഒക്കെ ഫ്രൈ ചെയ്യാനായിട്ട് നമ്മൾ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ് വെക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടെ ഹെൽത്തിലും അതാണല്ലോ നല്ലത്. അപ്പോൾ നമ്മൾ അതിനകത്തോട്ട് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു. പിന്നെ നമ്മൾ കറിവേപ്പില ഇടുമ്പോൾ നമുക്കറിയാമല്ലോ, അതൊരു കറിക്ക് നല്ലൊരു മത്തി വറുത്തിന് നല്ലൊരു മണവും രുചിയും കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മളത് വെക്കുന്നത്. അപ്പോൾ നമ്മുടെ ഗ്യാസിൻ്റെ ഫ്ലെയിം കുറച്ച് കുറവായിരുന്നത് കൊണ്ട് കുറച്ച് സമയമെടുത്താണ് ആ എണ്ണ ഒന്ന് ചൂടായത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ സെറ്റ് മത്തി നമ്മളത് വെച്ച് കേട്ടോ. അപ്പോൾ അത് കുറച്ച് സമയമെടുത്തു ശരിക്കും പറഞ്ഞിട്ടുള്ളത് മത്തി ഒന്ന് വറുത്ത് വരാനായിട്ട്. ആ ഒരു സമയത്തിനുള്ളിൽ നമ്മൾ ഇത് ലാസ്റ്റത്തേക്ക് ഒരു നല്ലതായിട്ട് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയുള്ള സവോളയൊക്കെ നമ്മൾ അരിഞ്ഞു. അപ്പോൾ ആദ്യത്തെ സെറ്റ് നമ്മൾ മത്തി തിരിച്ചിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ വേറെ പല ജോലികളും ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മൾ രണ്ടാമത്തെ സെറ്റ് നമ്മൾ മത്തിയിട്ട്, അപ്പം ഗ്യാസിൻ്റെ ഫ്ലെയിമിൻ്റെ ഇഷ്യൂ കാരണം ഒത്തിരി താമസത്തിലാണ് ഇതൊരു നമുക്ക് മൂത്ത് കിട്ടിയത് കേട്ടോ. പിന്നെ അവസാനം എല്ലാം നമ്മൾ വറുത്തെടുത്ത് ഇങ്ങനെ ആക്കി. ഓക്കെ.